അതെ, ഇന്നിപ്പോൾ ഒരു കുട്ടി റീഡാണ്. എന്തിനാണ് കുട്ടി റീഡ് എന്നറിയാമോ? കുട്ടി റീഡിലൂടെ നമുക്ക് വൊക്കാബുലറി ബെറ്റർ ആക്കാം, സെൻറ്റൻസ് സ്ട്രക്ചർ ബെറ്റർ ആക്കാം, ആൻഡ് യു ക്യാൻ ഓൾസോ ബെറ്റർ യുവർ പ്രൊനൗൺസിയേഷൻ. ഇന്നത്തെ കുട്ടി റീഡിൽ ഉള്ളത് എന്താണെന്ന് അറിയാമോ? ദ ഡ്രാഗൺ ഹു wanted to fly, to want to do something എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാവുക, to want to do something. അപ്പോൾ വേറൊരു കാര്യം ഓർമ്മ വന്നേ, ദർ ഇസ് ഓൾസോ സംതിങ് കോൾഡ് നീഡ്. ഈ വോണ്ടും നീഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വോണ്ടും നീഡും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നന്നായി ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അതാണ് വോണ്ട്. I want ice cream, I want to go for a trip, I want to go out with my friends, I want to watch a movie, I want a new dress. എന്നാൽ നീഡോ? I need sleep, എനിക്ക് ഉറക്കം ആവശ്യമാണ്. I need food when I am hungry, I need to study. അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കില്ലേ, അവിടെയാണ് നമുക്ക് ഈ വോണ്ടും നീഡും തമ്മിൽ നന്നായി ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. കടയിൽ പോയി സാധനം മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്ന സാധനങ്ങളൊക്കെ എടുക്കണം തോന്നുമല്ലോ അല്ലേ? അപ്പോൾ അതാണ് വോണ്ട്. ഐ വോണ്ട് ദാറ്റ്, ഇതെടുക്കാം, അത് മേടിക്കാം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് വോണ്ടാണ്, ഇതെനിക്ക് ആവശ്യമുണ്ടോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ് നീഡ്. സോ അതെടുത്തിട്ട് നമ്മൾ ചോദിക്കും, ഡു ഐ നീഡ് ദിസ്? Yes, I need it, മേടിക്കാം. Yes, I don't need it, മേടിക്കണ്ട. So that's the difference between want and need. Anyway, back to the കുട്ടി read. പുസ്തകത്തിൻ്റെ പേര് ദ ഡ്രാഗൺ ഹു വാണ്ടഡ് ടു ഫ്ലൈ. ആൻഡ് അതിലെ കുറച്ച് പേജസ് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് നോക്കാം. ഡിയർ സർ ഓർ മാഡം, ഓർ ഐദർ ഓറിൻ്റെയാണ്. ഓർ പ്രയോഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടതിന് മുന്നേ വീഡിയോയിൽ. ഡൗൺ ഇൻ എ ഡാർക്ക് കോർണർ ഓഫ് ഹിസ് അങ്കിൾ ഗോഡ്ഫ്രേസ് സെല്ലർ. ഡൗൺ ഇൻ എ ഡാർക്ക് കോർണർ എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഇരുണ്ട മൂലയിൽ. ഓഫ് ഹിസ്, ഏതോ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഓഫ് ഹിസ് ഓൾഡ് അങ്കിൾ ഗോഡ്ഫ്രേസ് സെല്ലർ, ആ പ്രായമായ അങ്കിൾ ഗോഡ്ഫ്രേയുടെ സെല്ലർ. സെല്ലർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടിയിലുള്ള ബേസ്മെൻറ്റ് പോലെയൊക്കെ പറയില്ലേ, സെല്ലർ. മൈ ഗ്രാൻഡ്സൺ ജെഫ്രി ഫൗണ്ട് എൻ ഏൻഷ്യൻറ്റ് ട്രങ്ക്. മൈ ഗ്രാൻഡ്സൺ ജെഫ്രി എന്ത് കണ്ടുപിടിച്ചു? ആൻ ഏൻഷ്യൻറ്റ്. ഏൻഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ പുരാതനമായ. an ancient trunk. Trunk എന്ന് പറഞ്ഞാൽ തകരപ്പെട്ടി, വലിയ പെട്ടി. Inside were all kinds of interesting and peculiar items. അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? Inside were all kinds of. All kinds എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള. Interesting എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന. ആൻഡ് പെക്യൂലിയർ, പെർട്ടിക്കുലർ ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള. പെക്യൂലിയറിൻ്റെ സ്പെസിഫിക് വാക്ക് എന്താണ്? കറക്റ്റ്. ഫോർ ഇൻസ്റ്റൻസ്, അതായത് ഉദാഹരണത്തിന്, സിൽവർ ബട്ടൺസ്, സിൽവർ കൊണ്ടുള്ള ബട്ടൺസ്. എ സ്റ്റഫ്ഡ് ബാലബൂ. കണ്ടോ, ഇതാണ് സ്റ്റഫ്ഡ് ബാലബൂൻ്റെ പടം ഉണ്ട് കേട്ടോ. സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാലബൂ. ആൻഡ് സം ഹോം മെയ്ഡ് ബുക്സ് ഫിൽഡ് വിത്ത് ഡ്രോയിങ്സ് ആൻഡ് ടൈഡ് ടുഗെദർ വിത്ത് റിബൺസ്. വീട്ടിലുണ്ടാക്കിയ പുസ്തകങ്ങൾ, ഹോം മെയ്ഡ് ബുക്സ്. ആ പ്രയോഗം നമ്മൾ അങ്ങനെ അധികം കേൾക്കാറില്ല അല്ലേ? വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുസ്തകങ്ങൾ. ഫിൽഡ് വിത്ത്, എന്താണ് അതിലെന്താണ് നിറച്ചിരിക്കുന്നത്? ഡ്രോയിങ്സ്, വരച്ചിട്ടുണ്ട്. ആൻഡ് ടൈഡ് ടുഗെദർ വിത്ത് റിബൺസ്. എന്നിട്ട് എടുത്ത് കാണിക്കുകയാണ്. ഹിയർ ഇസ് വൺ ഓഫ് ദെം. ദേ അതിലൊന്നാണിത്. ഹിയർ ഇസ് വൺ ഓഫ് ദെം. യോഴ്സ് ട്രൂലി ഗ്രാൻഡ്മ കൊമനോർ. ആ പുസ്തകമാണ് ഇത് എന്നാണ് അവകാശപ്പെടുന്നത്. പുസ്തകം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. Once in the far country there lived a dragon. His name was Fedge and he was very unhappy. What happened to the dragon? The dragon was very unhappy. You see, he had not always lived in the far country. He had not always lived in the far country. He had not. അയാൾ ഈ ഫാർ കൺട്രിയിലായിരുന്നില്ല ഓൾവേസ്, എല്ലായ്പ്പോഴും താമസിച്ചിരുന്നത്. He used to live on the warm, happy island of Dandy with his friends, Snort and Huff. Then one black day, ഒരു കറുത്ത ദിവസം, he was carried off by the hairy condor Snooch, a local troublemaker. കണ്ടോ, ഡ്രാഗനെ കോണ്ടോർ സ്നൂച്ച് ക്യാരി ഓഫ് ചെയ്തു. He was carried away.
and deposited in the far country homeless. Homeless എന്ന് പറഞ്ഞാൽ വീടും ആരും ഇല്ലാതിരിക്കുക, ഒറ്റപ്പെട്ട്. ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് ഇട്ടിട്ട് പോയിന്ന്. നമ്മൾ ബാങ്കിലാണ് നമ്മൾ ഈ ഡെപ്പോസിറ്റഡ് എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. യു ഡെപ്പോസിറ്റ് മണി in the bank, but you can also use it here, and deposited in the far country homeless. It happened that one bleak morning Fedge decided to figure out a way to go home again. ഒരു ഇങ്ങനെ തണുത്ത ദിവസം കണ്ടോ, ഇറ്റ് ഹാപ്പൻ ദാറ്റ്, എന്ത് പറ്റിയെന്ന് വെച്ചാൽ എന്നുള്ളതിൻ്റെ പ്രയോഗമാണ്. ഇറ്റ് ഹാപ്പൻ ദാറ്റ് വൺ ബ്ലീക്ക് ഡേ what did Fedge do? He decided to figure out എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചെടുക്കുക. I have to figure out new means and methods of speaking in English. I have to figure out. പോകേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. No, I have to figure out. നമുക്കത് പ്ലാൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. He decided to figure out a way to go home again. He thought and suddenly he had an idea. എങ്ങനെയാണ് ഐഡിയ വന്നത്? പെട്ടെന്ന്. Suddenly he had an idea. Why? He would fly, of course. ഡ്രാഗൺ എന്ത് തീരുമാനിച്ചു? I would fly, of course. നിങ്ങൾ പറയുന്നത് പോലെ I will speak, of course. Now you know that I know that dragons have no wings. Dragons only have just a bit of scales. ഇങ്ങനെയുള്ള സാധനങ്ങൾ. Dragons don't have wings. But one thing about dragons, once they have made up their minds, they're perfectly determined, or they're pretty determined. ഇത് നല്ല കാര്യമാണ് കേട്ടോ. You can also do this. Once dragons make up their mind, they're pretty determined. Once you make up your mind about speaking in English, you should be pretty determined. And even if at first they do not succeed, they try again. Nothing seemed to work. Poor Fedge. So this is a big lesson, alle? You know, even if things don't become successful at first, what do you do, or what should you do? You should try, and you should try again. And the days dragged on, and so did Fedge. എന്നാൽ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി എന്നുള്ളതിൻ്റെ ഉപയോഗമാണ് dragged on. Winter came and went, spring came and went, and summer came. One particularly hot day, ഒരു പ്രത്യേകിച്ചും ചൂടുള്ള ദിവസം, Fedge went for a walk in the park. എവിടെയാണ് നടക്കാൻ പോയത്? A walk in the park. As he stepped around the corner, his eyes bugged out എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ തള്ളി വന്നു എന്ന്. As he stepped around a corner, ഒരു വളവ് തിരിഞ്ഞപ്പോൾ കണ്ണിങ്ങനെ തള്ളി വന്നു. And he gave a great cry of joy. സന്തോഷത്തോടു കൂടി വിളിച്ചു. To give a great cry of joy. For there, just ahead, was the answer to the problem. മുന്നിൽ എന്തായിരുന്നു? ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. He had the answer to the problem. I bet you know what is going to happen now. Because Fedge spotted some balloons. Got it? Did you get it? Did you get what his solution was? You are right. See? What did Fedge do? Fedge took hold of the balloons and up he went. What happened to Fedge? Fedge took hold of the balloons and up he went. Fedge took hold of the balloons, up he went. Unfortunately, Fedge found out that just going up does not mean going home. There was no wind to push Fedge along, so he just floated into one place. The sun began to get hotter. Soon Fedge was uncomfortably warm. വല്ലാണ്ട് ചൂടെടുത്തു. Right now I am uncomfortably warm and I'm sweating. It's hot. He started to fan himself. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ I will fan myself. See, because it's hot. He started to fan himself. Then something wonderful happened. He started to move. The faster he fanned, the faster he went. The faster he did something, the faster something else happened. എന്നാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. The faster he fanned, the faster he went. Fedge began the long trip home. ഒരുപാട് ദൂരെയുള്ള യാത്രയാണെങ്കിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. Fedge began the long trip home. അപ്പോൾ എനിക്ക് പറയാം, this evening I am going to start the long trip home. If I am going somewhere. Soon, what happened? Fedge was home again. So that's the book about the dragon who wanted to fly. So all you have to do is be determined and keep trying, and the language will come its way. Keep watching Surya Simple English for tiny snippets of videos to help you speak in English.
പുതിയ വേർഡ്സും വൊക്കാബുലറിയും സെൻറ്റൻസ് ഫ്രേസസും ഒക്കെ എഴുതി വെക്കണം കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂട്ടി വെച്ചല്ലേ നമ്മൾ ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിക്കാൻ പഠിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്താലേ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഓൾസോ ഷെയർ ദ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണേ, അവർക്ക് ഒന്നുകൂടെ ഇഷ്ടമാവും. ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റ. Goodbye. I'm going to fly.